നമസ്കാരം. ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വീടിൻ്റെ വില കുറയ്ക്കുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിൻ്റെ കാരണം ഇൻഫ്ലേഷൻ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം ഉണ്ടാക്കിയ ഒരു അസന്തുലിതാവസ്ഥ ലോകത്തിലുണ്ട്. അതിൽ നിന്ന് ലോകം കരകയറി വരുന്നേ ഉള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എവറി ടൈം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ നിങ്ങളുടെ ബോറോയിങ് കപ്പാസിറ്റി കുറയുന്നു. 0.5% ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ 5 ലക്ഷം ഉള്ളൊരു ബോറോയിങ് കപ്പാസിറ്റി അത് $4.5 ലക്ഷം കുറയുകയാണ്. ഏകദേശം $50,000 അവിടെ കുറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള അവസരങ്ങൾ മുതലാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴാണ് വാങ്ങിക്കാൻ നല്ല അവസരം? റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഇറ്റ് വാസ് 20 years ago. ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ. അതായത് എപ്പോൾ അവസരം കിട്ടിക്കഴിഞ്ഞാലും നല്ലൊരു പ്രോപ്പർട്ടി വാങ്ങണം എന്നാണ് പറയുന്നത്. കോവിഡിൻ്റെ ഒരവസ്ഥയിൽ ഞാൻ പറയാം. ആ സമയത്ത് വീടിന് വില കുറയെന്ന് വിചാരിച്ച് ഒരുപാട് പേര് കിട്ടിയ വിലയ്ക്ക് വീട് വിറ്റു. ഈ സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് ചുളുവിലയിൽ വീടുകൾ വാങ്ങി കോടീശ്വരന്മാർ ഒരുപാട് പേരുണ്ട്, മലയാളികളും ഉൾപ്പെടുന്നതിനകത്ത്. കോവിഡിലെ പ്രശ്നങ്ങൾ മാത്രം നോക്കിയിരുന്നെങ്കിൽ ഇവിടെയുള്ള അവസരങ്ങൾ ഇവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. അത് മുതലാക്കി ഇവരൊക്കെ പണക്കാരായി. ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ വാരൻ ബഫറ്റ് പറയുന്നത്, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി, ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത്, എല്ലാം നോർമലായിരിക്കുന്ന അവസ്ഥയിൽ അവസരങ്ങൾ കുറവാണ്. കാര്യങ്ങളൊക്കെ കുറച്ച് താളം തെറ്റിരിക്കുന്ന അവസ്ഥയിലാണ് ഒരുപാട് അവസരങ്ങളുള്ളത്. മിസ്റ്റർ ബഫറ്റ് ബ്ലൂ ചിപ്പ് ഷെയറുകളുടെ മാർക്കറ്റ് ഫ്ലക്ച്വേഷനിലെ അവസരങ്ങൾ മുതലാക്കി ഇത് പണമാക്കി മാറ്റാൻ ബഹുമിടുക്കനായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നമ്മുടെ പ്രോപ്പർട്ടിയുടെ വില ഒരുപാട് കുറയുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വളരെ സ്ട്രോങ് ആണ്. പുതിയ വീട് വെക്കാൻ ഒരുപാട് മാൻ പവറും മെറ്റീരിയൽ ഷോർട്ടേജൊക്കെ ഉള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രോപ്പർട്ടിയുടെ വില കുറയാൻ സാധ്യതയില്ല. ഇവിടെയുള്ള അവസരങ്ങൾ മുതലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നത് 1 മില്യൺ മേലെയുള്ള പ്രോപ്പർട്ടികൾക്ക് 10 മുതൽ 20% വില കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ബോറോയിങ് കിട്ടാൻ സാധ്യത കുറവാണ് 1 മില്യൻ്റെ മേലെ. അതുപോലെ ഇവിടെ ബയസ് കുറവായിരിക്കും. അർജൻറ്റായിട്ട് പ്രോപ്പർട്ടി വിൽക്കാനുള്ള ഒരാൾക്ക് 1.3 മില്യൺ ഒക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1.1 മുതൽ 1.2 മില്യൺ വരെയൊക്കെയുള്ള പ്രോപ്പർട്ടി പ്രൈസിൽ കിട്ടാൻ സാധ്യതയുണ്ട്. $8 ലക്ഷം മുതൽ 1 മില്യൺ വരെയുള്ള പ്രോപ്പർട്ടിക്ക് 10% വരെ വില കുറയാൻ സാധ്യതയുണ്ട്. ഇവിടെ ഫസ്റ്റ് ഹോം ബയേഴ്സിന് 5% സ്കീം ഉള്ളതുകൊണ്ട് ചെറിയൊരു കോമ്പറ്റീഷനുണ്ട്. എങ്കിലും 1 മില്യൺ വരെ ലിസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടിക്ക് ഏർലി 900s ഒരു നല്ല പ്രൈസാണ്. $8 ലക്ഷം താഴെയുള്ള പ്രോപ്പർട്ടിക്ക് 5 മുതൽ 10% വരെ വില കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും പ്രോപ്പർട്ടി നെഗോഷിയേഷനിൽ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് പ്രോപ്പർട്ടി ഡ്യൂ ഡെലിജൻസും പ്രോപ്പർട്ടിയുടെ വാല്യുവേഷനും നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഒരു ബാർഗെയിനിലേക്ക് പോകാൻ. നിങ്ങൾക്ക് ഇവിടെ ഇത് തന്നെ ചെയ്യാൻ കഴിവില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വില കുറയുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കരുത്. ഇവിടുത്തെ അവസരങ്ങൾ മുതലാക്കുക, നല്ല പ്രോപ്പർട്ടി ഡീൽ എടുക്കുക. എന്തായാലും ഈ അവസരം മുതലാക്കി നല്ലൊരു പ്രോപ്പർട്ടി ഡീൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.